ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ മൂന്നാമത്തെ റെസിപ്പിയാണ് ബാക്കി വന്ന ചോറ് വെച്ച് ചെയ്യുന്നത്. ഒന്ന് നൈസ് പത്തിരി ചെയ്തു, പിന്നെ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി 10 മിനിറ്റിൽ ഉണ്ടാക്കുന്നത് ചെയ്തു. അതൊക്കെ എല്ലാവരും കണ്ടു, നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ, ലിങ്ക് അതിൽ പോയി കണ്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ബാക്കി വന്ന 2 കപ്പ് ചോറ് എടുത്തിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണിൽ കൂടുതൽ ഒഴിക്കരുത് കേട്ടോ, വെള്ളം കൂടിപ്പോയാലും നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട്, ഞാൻ കല്ലുപ്പായതുകൊണ്ട് ആദ്യമേ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു തണുപ്പിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഈ ചോറ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലൊന്നും നിർബന്ധമില്ല, തേങ്ങ എന്തായാലും ഇടണം കേട്ടോ. മല്ലിയില നിർബന്ധമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവിനൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. നല്ല ടൈറ്റ് ആവണ്ട, ആ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേശ്ശെ മാവ് ഇട്ടിട്ട് നമുക്കിതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെടുത്ത ആ ചോറിൻ്റെ കപ്പ് ഉണ്ടല്ലോ, അതിനൊരു 1/2 കപ്പ് പത്തിരിപ്പൊടി എനിക്ക് മൊത്തത്തിൽ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറി കൂട്ടാതെ കഴിക്കാനാണ്, കറി ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പച്ചമുളക്, ഇഞ്ചി, 2-3 ചെറിയ ഉള്ളി, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ആ ഒരു ഫീലിൽ കഴിക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം, കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ ഒരു കപ്പിന് ഞാനൊരു കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്തത്. അത് നമ്മുടെ നേരത്തെ ചോറെടുത്ത കപ്പിൻ്റെ 1/2 കപ്പാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമ്മൾ കൈപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പരത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ പാക്കറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടല്ല, അതിൻ്റെ കവർ വെട്ടിയെടുത്തതാണ് കേട്ടോ, പുട്ടുപൊടീൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ബോൾസ് എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ നനച്ചിങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 2-3 ഹോൾസ് ഇട്ട് കൊടുക്കാം. കാരണം എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ദോശത്തവ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കൈയിലും വെള്ളമാക്കുക. അതായത് 2 കൈയും നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പരത്തി വെച്ച ആ പത്തിരി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കൈയിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ആ കവർ മാറ്റിയിട്ട് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആക്കരുത്. ഒരു ഏകദേശം ഒരു പത്തിരീൻ്റെ വേവ് അറിയാമല്ലോ, ആ ഒരു വേവിന് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല പത്തിരി വട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ചുടുന്നത് കാണിക്കാത്ത എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. നമുക്ക് കറി കൂട്ടിയിട്ടും കട്ടൻ ചായൻ്റെ കൂടെ വെറുതെ ആണെങ്കിലൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്